എത്ര നേരാന്ന് വെച്ചാ മൊബൈലിൽ നോക്കിയിരിക്കുന്നേ? നീ പറയുന്നതൊക്കെ സത്യാണോ? ഞങ്ങൾ വിഷമിക്കാതിരിക്കാൻ വേണ്ടി നീ മനഃപൂർവ്വം കള്ളം പറയല്ലേ? അവിടെ സന്തോഷമാണെന്ന് അഭിനയിക്കല്ലേ? അല്ല ചേച്ചി, എനിക്ക് സന്തോഷം തന്നെയാ. എന്നു മുതലാ നീ എന്നോട് കള്ളം പറയാൻ തുടങ്ങിയത്? അവിടെ നിന്റെ അവസ്ഥ വളരെ മോശമാണെന്ന് എനിക്കറിയാം. ഉള്ളത് തുറന്നു പറഞ്ഞാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും പരിഹാരം കാണാൻ പറ്റൂ. മനസ്സ് വിചാരിക്കുമ്പോ ഓടിയെത്താൻ പറ്റാവുന്ന അത്രയും അടുത്തല്ല ഞങ്ങള്. എനിക്കൊരു പ്രശ്നമില്ല ചേച്ചി. ചേച്ചി എന്തിനാ ഞാൻ കള്ളം പറയാന്ന് വിചാരിക്കുന്നേ? ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ആരെങ്കിലും വിളിച്ചു പറഞ്ഞോ? നിന്റെ അവസ്ഥ അറിയാൻ എന്നെ ആരും വിളിക്കേണ്ട ആവശ്യമില്ല. നിന്റെ മനസ്സ് നോവുമ്പോ ഞാനതറിയും. സ്വന്തം വീട്ടുകാരുടെ മുമ്പിൽ പോലും ഒന്നും തുറന്നു പറയാതെ ഹൃദയം ചുട്ടു പഴുക്കുമ്പോഴും മുഖത്തൊരു പുഞ്ചിരി അണിഞ്ഞു നിൽക്കുന്ന സ്വഭാവം നമുക്ക് രണ്ടുപേർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ നിന്റെ ചുറ്റുമുള്ള പഞ്ചാഗ്നിയുടെ ചൂട് എനിക്കറിയാം മോളെ. ഇനി നീ പ്രതികരിക്കണം. വെട്ടാൻ വരുന്ന പോത്തിന്റെ മുമ്പില് കരഞ്ഞു നിന്നിട്ട് കാര്യമില്ല. ഇങ്ങോട്ട് ആക്രമിക്കുന്നതിന് മുമ്പ് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യണം. സഹിക്കാൻ പറ്റാതെ വന്നാ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോരണം. ചേച്ചി ഇതൊക്കെ പറയുന്നത് എന്റെ വയറ്റിലുള്ള കുഞ്ഞിന് വേണ്ടിട്ടാ. ചേച്ചി വെറുതെ എഴുതാപ്പുറം വായിക്കുക. എനിക്കിവിടെ ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ ആരെ ആക്രമിക്കേണ്ട കാര്യമില്ല. ആ പിന്നെ ചേച്ചി, 2ാം മാസം ആവുമ്പോഴേക്കും വൊമിറ്റിംഗ് തുടങ്ങുമെന്നൊക്കെയാ ഞാൻ കേട്ടിരിക്കുന്നേ. അതൊക്കെ ചോദിക്കാൻ രാത്രിയിൽ ഞാൻ അമ്മയെ വിളിക്കുന്നുണ്ട്. വേണമെങ്കിൽ ആന്റിയോട് ചോദിക്കാന്ന് മിഥുനേട്ടൻ പറയുന്നുണ്ട്. എന്നാലും പ്രഗ്നൻസിയുടെ കാര്യം സംസാരിക്കാൻ അമ്മയമ്മേക്കാൾ നല്ലത് സ്വന്തം അമ്മ തന്നെയല്ലേ? പക്ഷേ നീ പ്രഗ്നന്റ് ആണെന്ന് നമ്മുടെ അമ്മയ്ക്ക് അറിയില്ലല്ലോ. പിന്നെ നീ എങ്ങനെ അതേക്കുറിച്ച് സംസാരിക്കും? എന്റെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കണ്ടുപിടിച്ച തന്ത്രമേ പാളിപ്പോയി മോളെ. അല്ലെങ്കിലും കള്ളത്തരം പറഞ്ഞ് കൂടുതൽ പിടിച്ചു നിൽക്കാനൊന്നും നിന്നെ കൊണ്ട് പറ്റില്ല. ചേച്ചി, ഞാൻ കള്ളം പറയാലെന്ന് പലവട്ടം പറഞ്ഞു. ഇനി എനിക്ക് ദേഷ്യം വരും കേട്ടോ. വേണ്ട, ഞാനും കൂടി നിന്നെ വിഷമിപ്പിക്കുന്നില്ല. ആഹാരം കഴിച്ചെങ്കിൽ കുറച്ചു നേരം റെസ്റ്റ് എടുക്ക. ഞാൻ വൈകുന്നേരം വിളിക്കാം. ശരി. കീർത്തി ധ്വനിയെ പോലെയല്ല, വെറും പാവം അവള്. അവളും ധ്വനിയെ പോലെ മുന്നും പിന്നും നോക്കാതെ തൻ്റെ അടുത്തോടെ പ്രതികരിക്കുന്നവളായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും ടെൻഷൻ അടിക്കേണ്ടി വരില്ലായിരുന്നു. നീ ഇന്നും കോച്ചിങ്ങിന് പോയിട്ട് വൈകിയ വന്നതെന്ന് ഞാൻ അറിഞ്ഞു. കോച്ചിങ് കഴിഞ്ഞാ വേറെ എവിടെയും പോകാതെ ഇവിടെ വരണമെന്ന് ഞാൻ നിനക്ക് മുന്നറിയിപ്പ് തന്നതാ. എന്റെ വാക്കുകൾക്ക് നീ പുല്ലുവില പോലും കൊടുക്കാത്തോണ്ടല്ലേ? അതിലെനിക്ക് നല്ല വിഷമമുണ്ട്. ഞാനൊരാളെ ഹെൽപ്പ് ചെയ്യാൻ പോയതാ. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഞാനൊരാളെ സഹായിക്കുന്നതും തെറ്റാണോ? ഹെൽപ്പ് ചെയ്യുന്നത് തെറ്റൊന്നുമല്ല. പക്ഷേ നീ ആരെ എന്ത് കാര്യത്തിനാണ് സഹായിച്ചതെന്ന് ഞങ്ങൾക്കറിയണം. നിന്റെ ഉടായിപ്പൊന്നും ഞങ്ങളുടെ അടുത്ത് വേണ്ട. ഉള്ളതുപോലെ പറഞ്ഞാ മതി. നിങ്ങൾക്കെന്താ എത്ര ഗൗരവം? എനിക്ക് ഈ ലോകത്ത് സ്വന്തമെന്ന് പറയാൻ ഏട്ടനും മാളു ചേച്ചി മാത്രമേ ഉള്ളൂ. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നിങ്ങളോട് കള്ളമൊന്നും പറയാൻ പോകുന്നില്ല. നിങ്ങളത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. എന്റെ മനസ്സിലുള്ള കുഞ്ഞു കാര്യങ്ങൾ പോലും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും എന്നെ വിശ്വസിക്കാതെ പെരുമാറുന്നത് കുറച്ച് കഷ്ടമാണ്.
ഹേയ്